Hi dears, welcome back to our family. നല്ല എൻ്റെ ക്രീമെല്ലാം വാരി തലയിൽ തേച്ചിരിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴിൽ കണ്ടിട്ടുള്ള കണക്ക് എനിക്ക് ഡെലിവറി ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഒരു 1 hour അതിനുള്ളിലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു നോർമൽ ഡെലിവറി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാര്യം എനിക്കറിയാം ഒരുപാട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം. അതിനു മുമ്പ് വീഡിയോ കാണുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെലിവറി എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അതൊക്കെ യൂസ്ഫുൾ ആവും. ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ട് ഇത് കണക്ക് ഡെലിവറി ഡേറ്റ് ഒക്കെ നോക്കിയിരിക്കുന്നവരുണ്ടാവും. എൻ്റെ ഡെലിവറി ഡേറ്റ് ജൂൺ 2 ജൂൺ 2 എങ്കിലും മെയ് ഒരു പകുതിയോട് കൂടി അല്ലെങ്കിൽ ഒരു ലാസ്റ്റോട് കൂടിയിട്ടൊക്കെ ഡെലിവറി ഉണ്ടാവും. മേ ബി ഈ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈയിലൊന്നും ആയിരിക്കില്ല ചിലർ കാണുന്നത്. ചിലർ 1 year കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഈ വീഡിയോ കാണുന്നത്. എന്നാൽ കൂടിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് അത് യൂസ്ഫുൾ ആവും കേട്ടോ. കാര്യം കമൻറ്റ് നോക്കാനായിട്ട് ഇത് കണക്ക് എന്തൊക്കെയായിരുന്നു എക്സ്പീരിയൻസ് നോക്കാൻ വേണ്ടിയിട്ട് കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അതിന് താഴെ റിപ്ലൈസ് ഒക്കെ കൊടുക്കാറുണ്ട്. അതിനകത്തൊരു ചാറ്റ് കണക്കൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് ലൈനൊക്കെ കാണാറുണ്ട് ഞാൻ എൻ്റെ പല വ്ളോഗ്സിലും. സോ അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് ഷെയർ ചെയ്യണമെന്ന്. ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡെലിവറി ഡേറ്റ് പറഞ്ഞതിനേക്കാളും 15 ദിവസം മുന്നേ ആയിരുന്നു എനിക്ക് ഡെലിവറി ആയിട്ടുണ്ടായിരുന്നത്. സോ അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഫസ്റ്റ് ഡെലിവറിയുടെ കാര്യമാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. സെക്കൻഡ് ഡെലിവറി കഴിയുമ്പോൾ ഞാൻ ഷെയർ ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ പൊടിതട്ടി എടുക്കാം ഓരോ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ആലോചിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഓർത്തപ്പോഴാണ് ചോദിച്ചത് അതൊരു വ്ളോഗായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആകുമല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് എനിക്ക് ഡെലിവറി ഡേറ്റിന് എനിക്ക് ഓഗസ്റ്റ് 26 ആയിരുന്നു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെലിവറിക്ക് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് PVO കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ എക്സസൈസ് ചെയ്യുമായിരുന്നു. എക്സസൈസ് എന്ന് പറഞ്ഞാൽ നടത്തം തന്നെയായിരുന്നു. വേറെ എക്സസൈസ് എന്താ, കുളിക്കുമ്പോൾ ബാത്റൂമിൽ മറ്റേ നിലത്ത് നന്നായിട്ട് താഴ്ന്നു പോയിട്ട് കപ്പിൽ വെള്ളം മുക്കി ഒഴിക്കുമായിരുന്നു. പിന്നെ സ്റ്റെയർ കയറി ഇറങ്ങുമായിരുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ എക്സസൈസ് എന്ന് പറയുന്നത്. അകത്തുണ്ട് അടുക്കളയിൽ അപ്പം ഇതൊക്കെയായിരുന്നു ഞാൻ എക്സസൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഡെലിവറിക്ക് ഞാനൊരു 15 ദിവസം മുമ്പ് തന്നെ ഗോകുവിനോട് നാട്ടിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ നമ്മൾ എന്നെ അപ്പച്ചിന്നാണ് വിളിക്കുന്നത്. കാര്യം ഇവിടെ എൻ്റെ ചേട്ടൻ്റെ മക്കളുണ്ട്, അവർ അപ്പച്ചിന്നാണ് എന്നെ വിളിക്കുന്നത്. ആരാണ്ട് വിളിക്കുന്നു ഫോണിൽ കോള് വരുന്നതാ. അപ്പോൾ അവർ അപ്പച്ചിന്ന് വിളിക്കുന്നത് കേട്ടിട്ട് എന്നെ അപ്പച്ചിന്നാണ് വിളിക്കുന്നത്. ചിലപ്പോൾ അപ്പച്ചിന്ന് വിളിക്കും, ചിലപ്പോൾ ചേച്ചിന്ന് വിളിക്കും, ചിലപ്പോൾ അമ്മ എന്ന് വിളിക്കും. ആരെ എനിക്കറിയാൻ വയ്യ. ഇതെൻ്റെ മൂത്ത ആളാണ് കേട്ടോ. മൂത്ത ആൾക്ക് ഇപ്പം 1.5 വയസ്സാവുന്നു. 2 വയസ്സാവുന്നതിന് മുമ്പ് രണ്ടാമത്തെ ബേബി വരും. അപ്പം നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. എൻ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെലിവറിയുടെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞ കണക്ക് 15 ദിവസത്തിന് മുന്നേ ആയിരുന്നു. ഞാൻ അത്യാവശ്യം എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നടത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ദുബായിൽ ഒരു 5th month തൊട്ടിട്ട് 7th month വരെ ദുബായിലായിരുന്നു. ഫസ്റ്റ് ഡെലിവറിയുടെ ടൈമിലും ഈ പ്രഗ്നൻസി ടൈമിലും അങ്ങനെയാണ് കയറുന്നത് കേട്ടോ. 1 month ഞാൻ ദുബായിലായിരുന്നു. അപ്പം നമ്മുടെ റൂം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3rd ഫ്ലോറിലായിരുന്നു. 3rd ഫ്ലോറിലാണെങ്കിൽ ഏകദേശം ഒരു 50 കൂടുതൽ സ്റ്റെയർ ഉണ്ട് കയറാൻ വേണ്ടിയിട്ട്. സ്റ്റെയർ നടന്ന് തന്നെ കയറണമായിരുന്നു. ഇപ്പോഴും കണക്കിനാണ് മെയിനായിട്ട് ഞാൻ അവിടെ പോയാൽ അതിനാണ് എനിക്ക് വേണ്ടക്കളെ. എൻ്റെ പുളി എനിക്ക് ഓർക്കുമ്പോൾ തന്നെ പറ്റത്തില്ല. അങ്ങനെയായിരുന്നു. സ്റ്റെയർ കയറി ഇറങ്ങുമായിരുന്നു. പിന്നെ ഡെലിവറിക്ക് ഒരു 50 days മുന്നേ തന്നെ, അതായത് 10ാം തീയതി 12ാം തീയതി ആയിരുന്നു എനിക്ക് ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നത്. 6ാം തീയതിയോ ഓഗസ്റ്റ് 6 ഗൂഗിളിന് ഞാൻ നാട്ടിൽ വരുത്തിച്ച്. 26ാം തീയതി ഡേറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ വരുത്തിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കാര്യം 2-3 ഷൂട്ടുകൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വിളിച്ച് വരുത്തിയത്. പക്ഷേ ഷൂട്ടൊന്ന് ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്താ പറയുക,
തലയിൽ തേക്കുന്നതല്ല, അത് കഴിച്ചോ. അങ്ങനെ ആ കൊച്ച് 6-ാം തീയതി അല്ല 8-ാം തീയതി നാട്ടിൽ വന്നു. വന്നതിൻ്റെ അന്ന് ഞങ്ങൾ ലുലുവിൽ പോയിട്ട് ഫ്ലോർ ഫുള്ള് നടന്ന് തന്നെ കാണണമല്ലോ. എനിക്ക് തോന്നുന്നു അവിടെ വണ്ടി ഉണ്ടോയെന്ന് തോന്നുന്നു അല്ലേ, അറിയാൻ വയ്യ. ട്രിവാൻഡ്രത്ത് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ലുലുവിൽ അന്ന് കയറുന്നത്. ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ടൈമായിരുന്നു. അങ്ങനെ അവിടെ പോയി ഫുള്ള് നടന്ന് കണ്ടു. പിന്നെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലൊക്കെ സ്റ്റെയർ കയറി ഇറങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടിട്ടായിരിക്കും മെയിനായിട്ട് പെട്ടെന്ന് തന്നെ ഡേറ്റിന് മുന്നേ തന്നെ ഡെലിവറി ആയതെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കങ്ങനെയാണ് കേട്ടോ തോന്നുന്നത്. അത്രമാത്രം ഞങ്ങൾ അന്നത്തെ ദിവസം നടന്നിട്ടുണ്ടായിരുന്നു. ക്ഷീണിച്ചാണ് വന്ന് വണ്ടിയിൽ കയറുന്നത്. പിന്നെ അതിന് ശേഷം പിറ്റേന്ന് 8-ാം തീയതി വന്നു 9, 10, 10-ാം തീയതി ഞാൻ ഒരു ഷൂട്ടിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ട്രഡീഷണൽ ഷൂട്ടായിരുന്നു. ഒരു പഴയ തറവാട് പോയൊരു വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അവിടെ നിന്നും ഒക്കെ തന്നെയായിരുന്നു ഷൂട്ട്. സോ അതിൻ്റെയും ഒരു എക്സസൈസ് പോലെ ആയിട്ടുണ്ടാകും. അപ്പോൾ എൻ്റെ കൂടെ ഷൂട്ടിന് വന്നതിൽ മാമൻ ഉണ്ടായിരുന്നു, മാമൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, ആ വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ പേടിയാവും ഇങ്ങനെ ഇരുന്നിട്ട് ഇപ്പം തന്നെ ഡെലിവറി ഉണ്ടാവുമെന്നും പറഞ്ഞുകൊണ്ടിട്ട്. അതിൻ്റെ പിറ്റേ ദിവസം, അതായത് 11-ാം തീയതി രാവിലെ 9-ാം മാസത്തെ ചടങ്ങ് നടത്തി. 9-ാം മാസത്തെ ചടങ്ങ് ഗോകുവിൻ്റെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വന്ന് പലഹാരമൊക്കെ കൊണ്ടുവന്ന് അങ്ങനെയുള്ള ചടങ്ങ് നടത്തി. അതും നിന്നും ഇരുന്നും ഒക്കെ ആയിരുന്നു കേട്ടോ. അതിനുശേഷം 11-ാം തീയതി രാത്രിയിൽ ഈവനിങ് ആയപ്പോഴത്തേന് ഓണത്തിൻ്റെ സമയമാണ്. സോ ഇതിനിടയ്ക്ക് എങ്ങനെ ഡെലിവറി ആയിപ്പോയി കഴിഞ്ഞാൽ അതും പ്രശ്നമാവുമല്ലോ. അതിനു മുന്നേ സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും ഗോകുവും ചേട്ടത്തിയും പിള്ളേരും എല്ലാം കൂടിയിട്ട് ഷോപ്പിങ്ങിന് പോയി. ഈവനിങ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വരുന്നത് 10 മണിക്കാണ്. അപ്പോഴത്തേന് കുഞ്ഞിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ട് നമ്മൾ ടോപ്പിക്ക് വേറെ വിട്ടു പോകുന്നുണ്ടല്ലോ. ഡെലിവറി എക്സ്പീരിയൻസ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണമല്ലോ. ഇങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ആയത്, അല്ലെങ്കിൽ എൻ്റെ ബോഡി പ്രിപ്പയർ ആയത്. ആ ഒരു കാര്യമാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. കാര്യം നല്ല രീതിക്ക് എനിക്ക് ഒരു പ്രഗ്നൻറ്റ് ലേഡി നടക്കാവുന്നതിൻ്റെ മാക്സിമം ഞാൻ നടക്കുമായിരുന്നു. സോ ഇപ്രാവശ്യം ഡെലിവറി ആകുമ്പോഴും ഗോകുവിനോട് പറഞ്ഞു, ഗോകു നീ നാട്ടിൽ വരണം, ഇന്ന ദിവസം നീ വരണം, വന്നിട്ട് നമുക്ക് ലുലുവിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വേദനയെ അറിയാതെ സുഖപ്രസവമായിരുന്നു. നോർമൽ ഡെലിവറി ഇത്ര സുഖമാണ് എന്ന് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് കേട്ടോ. സോ അങ്ങനെ രാത്രിയിൽ വീട്ടിൽ വന്നിട്ട് രാത്രിയിൽ ബാക്ക് പാക്കൊക്കെ ചെയ്യാം, അതിൻ്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്ത് വെക്കണമെന്നൊക്കെ. എല്ലാ സാധനങ്ങളും നിരത്തി റൂമിൽ തന്നെ വെച്ചിട്ടാണ് ഞാനും ഗോകും കൂടെ കയറി കിടന്ന് രാത്രി ഒരു 12 മണിയായപ്പോഴത്തേനാണ് കിടക്കുന്നത്. വെളുപ്പിന് ഒരു 5 മണിയായപ്പോഴത്തേന് നമുക്ക് എൻ്റെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു എന്ന കാര്യം മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും കേട്ടോ. ഞാനെന്ന് പറയുന്ന വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്ക് ഡെലിവറിക്ക് മുന്നേ തന്നെ കുറേ വീഡിയോസൊക്കെ നോക്കി, ഡോക്ടേഴ്സിൻ്റെ വീഡിയോസ് നോക്കി വെക്കുമായിരുന്നു. പ്രഗ്നൻസി പെയിൻ എങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്, അതുപോലെ തന്നെ പ്രഗ്നൻസിക്ക് മുന്നേ ഉള്ള സിംറ്റംസ് എന്തൊക്കെയായിരിക്കും, നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വയ്ക്കുമായിരുന്നു. അതുകൊണ്ട് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്താകും എന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. രാത്രി വെളുപ്പിന് ഒരു 5 മണി ആ ഒരു ടൈം ആയപ്പോഴത്തേന് എനിക്ക് നോർമലി എനിക്ക് മുന്നേ ആദ്യം തൊട്ടിട്ട് എനിക്ക് പീരീഡ്സ് ആവുന്ന ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പിനെ ആയിരിക്കും. വെളുപ്പിന് 5 മണി 6 മണി ആ ഒരു സമയത്താണ് എല്ലാ പ്രാവശ്യവും ഞാൻ ഫസ്റ്റ് പീരീഡ്സ് ആകുന്നത്. ഞാൻ എത്രയാണ് 8th പഠിക്കുന്ന സമയത്താണ്. അന്ന് ഈവനിങ് ആണ് എനിക്ക് പീരീഡ്സ് ഫസ്റ്റ് മെൻസ്ട്രേഷൻ ആകുന്നത്. അതിനുശേഷം പിന്നീടുള്ള മിക്ക ദിവസങ്ങളിലും എനിക്ക് പീരീഡ്സ് ആയിട്ടുള്ളതെല്ലാം ഈ വെളുപ്പാങ്കാലത്ത് 5 മണി 6 മണി ആ ഒരു ടൈമിലാണ്. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ചിലർക്കൊക്കെ ഈവനിങ് ഒക്കെ ആവും. അങ്ങനെ ആകുമ്പോഴത്തേന് ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാലോ എന്ന് ചിന്തിക്കും. എനിക്ക് രാവിലെ ആവുന്ന വേണ്ടിയിട്ട് അയ്യോ ഇന്നത്തെ ദിവസം തൊട്ടിട്ട് തുടങ്ങുമല്ലോ എന്നായിരുന്നു ചിന്തിക്കുന്നത്. അതുപോലെ ആ ഒരു എനിക്ക് പീരീഡ്സ് ആവുന്ന ടൈമിൽ തന്നെ നമുക്ക് ലീക്കേജ് ഉണ്ടാകുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും. എനിക്കെന്നല്ല എല്ലാ ലേഡീസും അങ്ങനെ ആയിരിക്കും. ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇത് കണക്ക് പീരീഡ്സ് ആകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാൻ വെച്ചാൽ പീരീഡ്സ് ആകാനോ എനിക്കോ എന്നൊക്കെ ചിന്തിച്ച് ഞാൻ പെട്ടെന്ന് ഉറക്കം എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നി. ടോയ്ലറ്റിൽ പോകാൻ മീൻസ് 2ന് പോകാൻ. അപ്പം എണീറ്റ്
എണീറ്റ് പതുക്കെ ഇരുന്ന്, അന്നേരമൊന്നും എനിക്ക് വേദനയൊന്നും ഇല്ല കേട്ടോ. പതുക്കെ ഞാൻ ഇരുന്ന് ഈ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്ന ആ ഒരു ഇത്, അടിവയറ്റിൽ നിന്നുള്ള ആ ഒരു പ്രഷർ ഉണ്ടല്ലോ, നമുക്ക് നല്ല രീതിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുമ്പോൾ ആ ഒരു പ്രഷർ, അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഞാൻ എണീറ്റ് വാഷ്റൂമിൽ പോയി നോക്കുമ്പോൾ പാൻറ്റീസ് ഫുള്ളായിട്ട് ഒരു ജെല്ല് കണക്ക് ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മ്യൂക്കസ് പ്ലഗ് പോയതാണ് എന്ന്. ബിക്കോസ് ഞാൻ ഈ പറഞ്ഞ കണക്ക് പല വീഡിയോസും ഞാൻ എപ്പോഴും ഇരുന്ന് കാണുമായിരുന്നു. ഈ ഡെലിവറിയുടെ ടൈമിൽ നമുക്ക് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോസായിട്ട് ഞാൻ എന്നും കാണുമായിരുന്നു. അതുകൊണ്ടിട്ട് എനിക്കറിയാം ഈ ഐറ്റമാണ് ആ പോയിട്ടുള്ളത് എന്ന് എനിക്ക് കൺഫേമായി. സോ ചിലർക്ക് അന്നേരം പല വീഡിയോക്കകത്തും പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂക്കസ് പ്ലഗ് പോയാലും ചിലർക്ക് ഒരു 3-4 ദിവസം വരെയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഡെലിവറി ആകാറുള്ളത്, ചിലർക്ക് അല്ലാതെ നേരത്തെ ആകാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ ആ ഒരു 5:30 ആ ഒരു ടൈമാണ് കേട്ടോ. എന്തോ കഴിച്ചു. അങ്ങനെ ഞാൻ ടോയ്ലറ്റിൽ പോകാനായിട്ട് പോയിരിക്കുന്ന ടൈമിലാണ്, അതൊരു ഫ്രൂട്ടാണ് കേട്ടോ, ഞാൻ ദുബായിൽ നിന്ന് വന്ന ടൈമിൽ കൊണ്ടുവന്നത്, ഫ്രിഡ്ജിനകത്ത് ഇരുന്നതാണ്. ഭയങ്കര പുളിയുള്ളതാണ്. ഈ നോർത്ത് ഇന്ത്യൻസൊക്കെ കഴിക്കുന്ന ടൈപ്പിലൊരു സാധനമാണ്, ഭയങ്കര പുളിയുള്ള ഐറ്റമാണ്. എന്താണെന്ന് പേരൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് പുളിമുട്ടായി ഇഷ്ടമാണെന്ന് ഗോകുവിൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. ആ ചേട്ടൻ്റെ സ്ഥലം നോർത്ത് ഇന്ത്യയാണ്. ആ ചേട്ടൻ എനിക്ക് കൊണ്ടു തന്നതാണ്. പക്ഷെ ഞാൻ കഴിച്ചില്ല, ഭയങ്കര പുളി കാരണം ഞാൻ കഴിച്ചില്ല, തൊട്ടുപോലും നോക്കിയില്ല. ഇതിപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തപ്പം അതിനകത്ത് എടുത്തുകൊണ്ട് വന്നു വാജിത്തു. അങ്ങനെ എന്താ പറയുക, ഇത് ഫുഡ് കളർ മീൻസ് മറ്റേ കെമിക്കലല്ല കേട്ടോ, അല്ലാണ്ടുള്ള നാച്ചുറൽ കളറാണ്. പിന്നെന്താ പറയുക, അപ്പം ടോയ്ലറ്റിൽ പോയിരിക്കുന്ന ടൈമിൽ പാൻറ്റീസ് നോക്കുമ്പോൾ പാൻറ്റീസിൻ്റെ ഉള്ളിൽ മ്യൂക്കസ് പ്ലഗ് പോയേക്കുന്നത്. അത് എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എനിക്കുണ്ടായിരുന്നത് ഫ്ലാക്സീഡ് ജെല്ല് ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. സെയിം ആ ഒരു ടെക്സ്ചർ ആയിരുന്നു കേട്ടോ, സെയിം ആ ഒരു കളറൊക്കെ ആയിരുന്നു. ഒരു ലൈറ്റായിട്ടൊരു പിങ്ക് കളറൊക്കെ പിങ്ക് ഷെയ്ഡൊക്കെ വന്നിട്ട് കഴിച്ചോ, ലൈറ്റായിട്ടൊരു പിങ്ക് ഷെയ്ഡൊക്കെ വന്നിട്ട് കറക്റ്റ് ആ ഒരു ജെല്ലിൻ്റെ ആ ഒരു ഫോം, ആ ഒരു ജെല്ല് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയായിരുന്നു. കറക്റ്റ് ഫ്ലെക്സീഡ് ജെല്ലിൻ്റെ കറക്റ്റ് ആ ഒരു ഇത് തന്നെ എനിക്ക് കണ്ടപ്പോൾ അത് തന്നെയാണ് തോന്നിയത്. ബ്ലീഡിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ കണ്ടപ്പോൾ മനസ്സിലായി മ്യൂക്കസ് പ്ലഗ് പോയതാണ് എന്ന് മനസ്സിലായി. ഞാൻ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ടിരിക്കുമ്പോൾ എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എണീറ്റപ്പോഴത്തേന് എനിക്ക് ചെറുതായിട്ട് വയറുവേദന തുടങ്ങി. 5:30 ആ ഒരു ടൈം കേട്ടോ. ചെറിയ രീതിയിൽ വയറുവേദന തുടങ്ങി. അതായത് എനിക്ക് ബ്ലീഡിങ് ആയി പീരീഡ്സ് തുടങ്ങുമ്പം ഒരു വയറുവേദന ഉണ്ടാവാറുണ്ട് പീരീഡ്സിൻ്റെ ടൈമിൽ. ആ ഒരു വയറുവേദന വന്നു തുടങ്ങി. അപ്പം മനസ്സിലായി വയറുവേദന തുടങ്ങി. അപ്പോൾ ഞാൻ ചേട്ടത്തിയൊക്കെ അപ്പം അങ്ങ് ഹോളിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെന്നിട്ട് അവർ ഉറക്കമാണ്, വീട്ടിലെല്ലാവരും ഉറക്കമാണ്, ഗോകുല് മാത്രമുണ്ട് എൻ്റെ കൂടി ഇങ്ങനെ എണീറ്റിരിക്കുന്നു. ഞാൻ ചെന്നിട്ട് ഡോറ് തുറന്ന് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് ചെറിയ രീതിയിൽ വയറൊക്കെ വേദന എടുക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് മുന്നേ എനിക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു. അതിൻ്റെത് ഈ ടൈമിലുണ്ട് കേട്ടോ. അത് ഞാൻ വേറൊരു ദിവസം വീഡിയോ ആയിട്ട് ചെയ്യാം. നമുക്ക് ഫേക്കായിട്ട് പ്രഗ്നൻസി പെയിൻ ഉണ്ടാവാറുണ്ട്. അതെനിക്ക് ഫസ്റ്റ് ടൈമിലുണ്ടാവും, സെക്കൻഡ് ടൈമിലുണ്ട്. അതെന്താണ്, എങ്ങനെയാണ് അതിൻ്റെ രീതികളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് നോർമൽ ഡെലിവറി പെയിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചേട്ടത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി ഇത് എനിക്ക് വേദന എടുക്കും. നമ്മൾ കുഴപ്പമൊന്നും കാണത്തില്ല, നമ്മൾ കുറച്ച് നേരം കിടന്നിട്ട് നോക്കാം, എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം സംഭവം എനിക്ക് പ്രഗ്നൻസി പെയിൻ ആണ് എന്ന് മനസ്സിലായപ്പോഴത്തേന് ഞാൻ പിന്നെ റൂമിൽ കയറിയിട്ട് പിന്നെയും ജസ്റ്റ് ഒന്ന് ഇരിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേന് ചെറുതായിട്ട് പിന്നെയും ഈ വയറുവേദന മാത്രമുള്ള ബാക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ലായിരുന്നു. ചിലർ പറയുന്നേക്കാൻ ചിലർക്ക് ബാക്ക് പെയിൻ വന്നിട്ടാണ് ഇത് വരുന്നത്. എനിക്ക് പക്ഷേ പീരീഡ്സ് ആവുന്ന ടൈമിലുള്ള ആ ഒരു പെയിനായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. സെയിം പീരീഡ്സ് ആവുന്ന മെത്തേഡിൽ തന്നെ മ്യൂക്കസ് പ്ലഗ് പോയതും ആ പെയിൻ വന്നതുമൊക്കെ. ഇച്ചിരി ഒരിടെ ഇരുന്നിട്ട് ഞാൻ പിന്നെ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ പോയി ബ്രഷ് ചെയ്ത്. ഞാൻ പറഞ്ഞു, ഗോകു എന്തായാലും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, എനിക്കിത് പ്രസവവേദനയായിട്ടാണ് തോന്നുന്നത്, ഞാൻ പോയിട്ട് ബ്രഷ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ പോയി ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഗോകുലിൻ്റെ അടുത്ത് തിരിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഗോകുലെ എനിക്കൊന്ന് കുളിക്കണം.
ഹോസ്പിറ്റലിൽ പോവാണ്, ഡെലിവറിക്ക് വേണ്ടി പോവാണെന്ന് എനിക്കറിയാം. തലേ ദിവസം എല്ലാം കറക്കം എല്ലാം കഴിഞ്ഞിട്ട് വന്ന് കിടന്നാണ്, ആ ഒരു ക്ഷീണമൊക്കെ ഉണ്ടല്ലോ. സോ എന്തായാലും എനിക്ക് കുളിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ ഷവറിൻ്റെ കീഴിലൊക്കെ പോയി നിന്ന് കുളിക്കാനായിട്ട് തുടങ്ങി. വെള്ളം വീണ് തുടങ്ങിയപ്പോഴത്തേന് ആ ചെറിയ രീതിയിൽ വന്ന പെയിൻ നല്ല രീതിയിലായി. ഈ വന്ന പെയിൻ അങ്ങനെ കുറച്ചിലോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് കൂടി വന്നുകൊണ്ടിരുന്നേ ഉള്ളൂ. ഒരു 50 മിനിറ്റ്സ് വരെ അത് ഒരു 5 മിനിറ്റ്സ് നിൽക്കുന്നോ 1 മിനിറ്റോ കുറച്ച് നേരം നിൽക്കും, അത് മാറും, പിന്നെ ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ പിന്നെയും വരും. അങ്ങനെയായിരുന്നു കേട്ടോ ആ പെയിൻ വന്നുകൊണ്ടിരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ആ വേദന ഇല്ല എന്നാൽ ഉണ്ട്, ആ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. വയറുവേദന എന്ന് വെച്ചാൽ പീരീഡ്സ് ആകുമ്പോൾ ഉള്ള ആ വയറുവേദന മാത്രമാണ് കേട്ടോ, വേറെ ബാക്ക് പെയിൻ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ തിരിച്ചിട്ട് പറഞ്ഞു കുളിക്കണമെന്ന് പറഞ്ഞു. ആ കൊച്ചപ്പോൾ എനിക്ക് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് തന്ന് ഞാൻ കുളിച്ച് വന്നപ്പോഴത്തേനും ആ കൊച്ച് തോർത്തിയൊക്കെ തന്ന്. അപ്പോഴത്തേനും ഞാൻ കുഴഞ്ഞ് മീൻസ് എനിക്ക് വേറെ നടക്കുന്നതിന് വേറെ ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ല, ടെൻഷനായി. ഇപ്പോൾ പ്രസവിക്കുമോ ഡെലിവറി ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ള ടെൻഷനായി. അതുകൊണ്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആ കൊച്ച് എനിക്ക് ദേഹമൊക്കെ തോർത്തി തന്ന് ഡ്രസ്സൊക്കെ ഇടിച്ച് തന്ന്. അതിനുശേഷം ഞാൻ ഗൂഗിളെടുത്തുകൊണ്ട് ഗൂഗിളെ എൻ്റെ ഫയൽ അവിടെ ഉണ്ട്, നീ അത് എടുക്കുന്നത്, എനിക്ക് നടക്കാനൊക്കെ പേടി. അവിടെ ഉണ്ട് ഫയൽ, വേറെ ഒന്നും ഞാൻ എടുത്തില്ല. എൻ്റെ ബാഗ് എടുത്ത് ബാഗിൻ്റെ അകത്ത് ഞാൻ ഒരു ലിപ്സ്റ്റിക്ക്, എൻ്റെ സിന്ദൂരം, കൺമഷി, ഇത് 3 ഞാൻ പറക്കിയിട്ട്. എനിക്ക് ഉറപ്പാണ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അഡ്മിറ്റ് ആക്കും, ഒന്നെങ്കിൽ നോർമൽ ഡെലിവറി അല്ലെങ്കിൽ C-സെക്ഷൻ എന്തെങ്കിലും ഒന്നും ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നു. ഇത് 3 പറക്കിയിട്ട്, വേറെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഇത് 3 ഞാൻ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം റൂമിൽ ഇങ്ങനെ പറക്കി വെച്ചേക്കാണ്. കാര്യം എനിക്ക് പിറ്റേ ദിവസം ഹോസ്പിറ്റൽ ബാഗിൻ്റെ പാക്കിങ് വീഡിയോ ചെയ്യണം, അത് കഴിഞ്ഞതിന് ശേഷം പാക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടിട്ട് എല്ലാ സാധനങ്ങളും റൂമിലുണ്ട്. പക്ഷേ ഞാൻ ഡെലിവറിക്ക് പോകുമ്പോൾ ഇവർക്ക് ആർക്കും അറിയില്ല അത് ഏതൊക്കെ കവറിൽ ഏതൊക്കെ സെക്ഷനിൽ വെച്ചേക്കുന്നത്. അതുകൊണ്ടിട്ട് ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും എനിക്ക് ഹോസ്പിറ്റലിലേക്ക് കിട്ടിയില്ല. തിരിച്ച് വീട്ടിൽ വരുമ്പോഴാണ് ബേബിയുടെ ആയാലും എൻ്റെ ഐറ്റംസ് ആയാലും എനിക്ക് കിട്ടുന്നത്. നമുക്ക് ഈ മുണ്ട് പ്രസവത്തിൻ്റെ സമയത്ത് തരണമെന്ന് പറയുമല്ലോ ഹോസ്പിറ്റലിലേക്ക്, അതൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാര്യം എല്ലാം വീട്ടിലിരിക്കുകയായിരുന്നു, ഞാൻ എവിടെ വെച്ചെന്ന് അവർക്ക് തന്നെ അറിയില്ലായിരുന്നു. ലാസ്റ്റ് പിന്നെ വല്യച്ഛനെ എങ്ങാണ്ട് വിളിച്ച് പറഞ്ഞിട്ട് വല്യച്ഛൻ എങ്ങാണ്ടാണ് മുണ്ട് പിന്നെ ഇവരുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഒരു പരിപാടി കാണിക്കില്ല, നേരത്തെ തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെക്കും. നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് ഒരു വീക്ക് ആകുമ്പോൾ തന്നെ എല്ലാം പാക്ക് ചെയ്ത് ഗോകു വരാനൊന്നും ഞാൻ വെയിറ്റ് ചെയ്ത് വെക്കണമെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞിനുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ 2ാമത്തെ ബേബിക്കുള്ള സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടിട്ട് സമയത്ത് കിടന്ന് ഓടണ്ടല്ലോ. അങ്ങനെ കാശി ബാ, അങ്ങനെ എന്താ പറയുക, ചെറിയ അയ്യോ ഇതിനിടയ്ക്ക് ഞാൻ കുളിക്കാൻ പോയി നിൽക്കുന്ന ടൈമിലുണ്ടല്ലോ എനിക്ക് ഫ്ലൂയിഡ് പോയി മീൻസ് നമുക്ക് പനിനീർക്കുടം പൊട്ടിപ്പോകുമെന്നൊക്കെ പറയുമല്ലോ. ലൈക്ക് എന്താ പറയുന്നത്, ഫ്ലൂയിഡ് പോയി എന്ന് തന്നെയല്ലേ പറഞ്ഞത്, വെള്ളം പോവും. കുഞ്ഞ് കിടക്കുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ആ ഫ്ലൂയിഡ് അത് പോകുമ്പോൾ എനിക്ക് മനസ്സിലായി അതും ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള സിംറ്റമാണ്. എൻ്റെ ഫ്ലൂയിഡാണ് പോയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂറിൻ പോകുന്ന കണക്ക് തന്നെയാണ് ഫ്ലൂയിഡ് പോണത്. എനിക്ക് ഫ്ലൂയിഡ് പോയ രീതി ഞാൻ പറഞ്ഞുതരാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കണക്ക് പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, അതിനകത്തൊക്കെ പറയുന്നത് യൂറിൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഫ്ലൂയിഡ് പോകുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന്. സത്യം, ഞാൻ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ ഫ്ലൂയിഡ് പോകുന്നത്. ഞാൻ അറിയാണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ വെള്ളം ഇങ്ങനെ പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതെനിക്ക് ഒരുപാടൊന്നും പോയൊന്നുമില്ല. ഞാൻ ഒരു നോർമലി നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ പോണ കണക്ക് കുറച്ച് അധികം ഒരു കുടം കമത്തി കണക്ക് പോവുക അങ്ങനെയൊന്നുമല്ല ചെയ്തത്, യൂറിൻ പാസ് ചെയ്യുമ്പോൾ പോണ കണക്ക്. പക്ഷെ പൊക്കോണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോഴേ അറിയാമായിരുന്നു ആ ഫ്ലൂയിഡ് പോയതാണ് എന്ന്. ഹോസ്പിറ്റലിൽ ചെന്ന് PV ചെയ്ത് ഡോക്ടർ നോക്കുമ്പോൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ മ്യൂക്കസ് പ്ലഗ് പോയി എന്നാണ് ഞാൻ ചെന്നിട്ട് പറഞ്ഞത്. പക്ഷേ ഡോക്ടർ പറഞ്ഞു എനിക്ക് ഫ്ലൂയിഡ് പോയി അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞാൽ അറിഞ്ഞായിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ വീഡിയോയ്ക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും, ഞാൻ ഇതിനിടയ്ക്ക് സംസാരിക്കുകയും കൂടെ ചെയ്യുന്നതുകൊണ്ടിട്ടാണ്. അങ്ങനെ ഫയൽ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് ആദ്യം ഞാനും ഗോകും മാത്രമാണ് പോയത്. അന്ന് കാശി ബേബി ഇല്ലല്ലോ. ഞാൻ കുളിച്ച് റെഡിയായി എല്ലാം സെറ്റാക്കി ബാഗിൻ്റെ അകത്ത് ഈ 3 ഐറ്റംസ് എടുത്ത് ബാഗിൻ്റെ അകത്ത് ഈ 3 ഐറ്റംസും എടുത്ത്
ബാഗിൻ്റെ അകത്ത് ഈ 3 ഐറ്റംസും എടുത്ത് വെച്ച് എൻ്റെ ഫയലും എടുത്തിട്ട് ഞാൻ പുറത്ത് വന്നിട്ട് ഞാൻ അമ്മാമ്മ എടുത്തും ചേച്ചിയുടെ അടുത്തും പറഞ്ഞു എനിക്ക് വയറുവേദന എടുക്കുന്നു, ഞാൻ പോവാം, ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം, പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ടിട്ടാണ് പോണത്. അങ്ങനെ വന്ന് കാറിൽ കയറി, കാറിൻ്റെ അകത്ത് കയറി ഒരു 5:30-6 മണി ആ ഒരു സമയം ആവുന്നു കേട്ടോ. അന്നേരം കാറിൽ കയറിയിട്ട് കാർ ഓടിച്ച് ഗോകുരു, ഞങ്ങളുടെ ഇവിടെ ശാസ്താനടന്ന് പറഞ്ഞ അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായപ്പോഴത്തേന് കൊതു കുത്തുന്നു ഇങ്ങനെ. അമ്പലത്തിൻ്റെ അടുത്ത് എത്താറാവുന്ന ടൈമിൽ എന്തുവാ ഈ പെയിൻ കൂടി. അതുവരെ എനിക്ക് പ്രഗ്നൻസി നമ്മുടെ ഈ പീരീഡ്സിൻ്റെ പെയിൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് വന്ന പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വേദന. പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന അങ്ങനെയൊന്നുമല്ല, നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദന തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു തരാൻ പറ്റാത്ത കണക്കുള്ളൊരു വേദനയാണ്. ഫസ്റ്റ് ആ ഒരു പെയിൻ വന്നു. പിന്നെ അപ്പോഴേ ഞാൻ ഫോൺ വിളിച്ച്, ഞാൻ അമ്മാമ്മേനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, ഇത് ഡെലിവറി പെയിൻ ആണെന്ന് തോന്നി, കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്, വരാൻ പറഞ്ഞു. കുഞ്ഞമ്മ ഉണ്ടായിരുന്നു, നമ്മൾ കുഞ്ഞമ്മേനെ വിളിച്ച് പറഞ്ഞു. നേരെ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ ഇവിടെ അടുത്ത 5 മിനിറ്റ് ട്രാവൽ ചെയ്യുന്ന കാര്യമുള്ളൂ കേട്ടോ. ഹോസ്പിറ്റലിലെത്തി. ഞങ്ങൾ ഇറങ്ങി താഴെ ചെന്ന് ഞാൻ നടന്ന് അങ്ങോട്ട് റിസപ്ഷനിൽ ചെന്നിട്ട് ഡോക്ടറെ കാണാനുള്ള എഴുതാൻ നേരം ഇവിടെ എഴുതണ്ടെങ്കിൽ നേരെ അങ്ങ് ലേബർ റൂമിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഗോകും ഞാനും മാത്രമല്ല ഉള്ളൂ. എന്തിപ്പോൾ കൊടുകൂട്ടിയോ ഇത് കണക്ക് ലേബർ റൂമിലോട്ട് പോകാൻ പറഞ്ഞു. ഗോകു ആണെങ്കിൽ വണ്ടി കൊണ്ടുവന്ന് വഴിയിലിട്ടേക്കുന്നുണ്ട്, പോലീസ് സ്റ്റേഷനും അടുത്താണ്. വണ്ടി ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ പെറ്റി അടിക്കും. അതുകൊണ്ടിട്ട് ഗോകുലിൻ്റെ അടുത്തുകൊണ്ട് ഗോകുലെ വണ്ടി മാറ്റിയിടുന്നു. മറ്റേ അവിടെ നിന്ന് സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു. അപ്പോൾ അവൻ വണ്ടി മാറ്റിയിട്ടേ വേണം എൻ്റെ മുകളിലെത്തിക്കുക വേണം, എനിക്ക് തന്നെ നടന്ന് പോകാൻ പറ്റത്തില്ല. അവസാനം അവിടെ നിന്ന് സെക്യൂരിറ്റി ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് പിടിക്കുക, ഞാൻ മുകളിൽ വരെ നടന്നു വന്നോളാം, എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ എന്നെ പിടിച്ച് മുകളിൽ അവിടെ ലേബർ റൂമിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോഴത്തേന് എന്നെ എനിക്ക് മേലാണ്ടാണ് എന്ന് കണ്ടപ്പോഴത്തേന് എന്നെ സിസ്റ്റർ വന്നിട്ട് ഡോക്ടറെ വിളിച്ച്. ഡോക്ടർ വന്നിട്ട് എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതെനിക്ക് രാവിലെ തൊട്ടിട്ട് ചെറിയ വയറുവേദന ഉണ്ടായിരുന്നു, മ്യൂക്കസ് പ്ലഗ് പോയി, ഞാൻ പറഞ്ഞു കൊടുത്തു, കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പം എന്നിട്ട് അന്നേരം എനിക്ക് തോന്നുന്ന പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്ന പെയിനാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് താഴത്തേക്ക് പ്രഷർ വരുന്ന കണക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് പി വി ചെയ്ത് നോക്കിയപ്പോഴത്തേന് മാം പറഞ്ഞു അപ്പുറത്തെ റൂമിലേക്ക് അടുത്ത പെയിൻ വന്ന് മാറുമ്പോൾ അടുത്ത റൂമിലേക്ക് മാറ്റി കിടത്താൻ പറഞ്ഞു. അപ്പം ഞാൻ എണീറ്റില്ല, ഞാൻ ഇങ്ങനെ കിടന്നുകൊണ്ടാണ് സിസ്റ്റർ എടുത്ത് പറഞ്ഞു സിസ്റ്റർ എനിക്ക് ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നു, എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നതല്ല, നീ പ്രസവിക്കാൻ പോവാണ്, സമയമായി, ആ കുഞ്ഞ് പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത്, ഇവിടെ കിടക്ക്, അടുത്ത വേദന മാറുന്ന ടൈമിൽ എണീറ്റ് നടന്ന് അപ്പുറത്ത് പോയി കിടക്കാൻ പറഞ്ഞു. ആ വേദന അതേ കണക്ക് സെയിം ആ വേദന വന്ന് നിന്ന് നമുക്ക് അങ്ങനെ കേട്ടോ, വേദന വരും നിൽക്കും അങ്ങനെയാണ്. ഒരു മൂന്നാമത്തെ പെയിൻ എനിക്ക് 3 വട്ടം ആ ഒരു വലിയ വേദന വന്നോളൂ, ബാക്കിയെല്ലാം ചെറുതായിട്ട് വയറുവേദന, അതായത് പീരീഡ്സ് ഉണ്ടാകുന്ന ടൈമിലുണ്ടാകുന്ന വയറുവേദന മാത്രമായിരുന്നു. ഡോക്ടർ പറഞ്ഞാൽ അകത്ത് പോയി കിടക്കാൻ പറഞ്ഞു. ഞാൻ പതുക്കെ എൻ്റെ അടുത്തൊന്നും ഗോൾഡൊന്നും ഊരിയില്ലല്ലോ, അവിടെ കിടന്നുകൊണ്ട് തന്നെ അന്ന് കയ്യിൽ 3-4-5 മോതിരം കിടപ്പുണ്ട്, കമ്മല കിടപ്പുണ്ട്, എല്ലാം ഊരി സിസ്റ്ററിനെ ഏൽപ്പിച്ചു. സിസ്റ്റർ കൊണ്ട് ഗോകുവിൻ്റെ കൈ കൊടുത്തു. ഗോകു ആണോ അന്ന് ആരായിരുന്നോന്ന് അറിയാൻ വയ്യ, ഡെലിവറി കഴിഞ്ഞിട്ട് എല്ലാവരും കാണാൻ വരുമ്പോൾ ഇവരൊക്കെ ഉണ്ടായിരുന്നല്ലേ എന്ന് ഞാൻ അറിയുന്നത്. ഞാനും ഗോകു മാത്രമല്ലേ പോയിട്ടുണ്ടായിരുന്നു, വീടിനടുത്തായതുകൊണ്ട് പെട്ടെന്ന് ഓടി വരാവുന്ന ദൂരമുള്ളായിരുന്നു. അങ്ങനെ അകത്ത് റൂമിലോട്ട് കിടക്കാൻ പറഞ്ഞു. ഞാൻ എണീറ്റ് നടന്ന് തന്നെ അകത്ത് റൂമിൽ പോയി കിടന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് പെയിൻ വരുന്ന ടൈമിൽ പുഷ് ചെയ്യണമെന്ന് പറഞ്ഞു. സെയിം അത് കണക്ക് പെയിൻ വന്ന ടൈമിൽ തന്നെ പുഷ് ചെയ്തു. പൊക്കോ, എവിടെ പോന്നു? അപ്പം അവർ പറയുന്ന രീതിയിൽ തന്നെ അവർ പറഞ്ഞു തരുന്ന രീതിയിൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. സെയിം അത് കണക്ക് എനിക്കങ്ങനെ വലിയ പെയിൻ അങ്ങനെ ആ ഒരു രീതിയിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ കണക്ക് 3 വട്ടം ആ ഒരു പെയിനേ ഉള്ളായിരുന്നു.
അത് ഈ എക്സസൈസിൻ്റെ കാര്യങ്ങളുടെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സോ നിങ്ങൾ നന്നായിട്ട് നടക്കിയെടുക്കുകയൊക്കെ ചെയ്തോളൂ, സ്റ്റെയർ കയറി ഇറങ്ങിക്കോളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്ന സമയത്തൊക്കെ എൻ്റെ മോളുടെ റൂമിലായിരുന്നു, കയറി ഇറങ്ങി തന്നെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ചിലർ പറഞ്ഞാൽ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയും. ഒന്നും ശ്രദ്ധിക്കണം, ഞാൻ എല്ലാം ചെയ്യാറുണ്ടായിരുന്നു ഫസ്റ്റ് ഡെലിവറി ടൈമിൽ. ഇപ്പോഴും കണക്കന്നെ, ഞാൻ എല്ലാം ചെയ്യാറുണ്ട്. അങ്ങനെ മൂന്നാമത്തെ ആ ഒരു വലിയ പെയിൻ വന്നപ്പോഴത്തേന് തന്നെ കുഞ്ഞ് പുറത്ത് വന്നപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു വെയിറ്റ് നോക്കി, കുഞ്ഞിൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ 2 അപ്പോൾ അവരവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഇതാണെങ്കിൽ കുഞ്ഞിന് വെയിറ്റ് ഇത്രയെല്ലാം ഉള്ളൂ, അതുകൊണ്ടിട്ടാണ് വലിയ പാടില്ലാതെ വന്നതാണ്. കാര്യം ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് അരമണിക്കൂറിൽ തന്നെ ഞാൻ പ്രസവിക്കുകയും ചെയ്തു. വലിയ പാടൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഈ പറഞ്ഞ കണക്ക് എനിക്ക് അങ്ങനെ വലിയ അനുഭവിക്കേണ്ട പെയിനോ അനുഭവിച്ച രീതിയോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. പിന്നെ ആകെ ഒരു പ്രശ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ പ്ലാസിൻ്റെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അതായത് കുഞ്ഞിൻ്റെ പൊക്കിൾ കൂടി ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ട് പ്ലാസിൻ്റെ ഉണ്ടല്ലോ, മറുപിള്ള എന്നൊക്കെ പറയും, പുറത്ത് വന്നില്ല. അപ്പം അപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞാൽ കുഴപ്പമില്ല, ചിലർക്ക് 1 hour എടുക്കാറുണ്ട്, അത് കഴിഞ്ഞിട്ടായി ഈ പ്രഗ്നൻസിയുടെ ടൈമിൽ. അതുകൊണ്ട് എനിക്ക് ആ ഒരു പേടിയുണ്ട്. പഴയ എടുത്തായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്കറിയാം, റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്ന ടൈമിൽ അറിയാമല്ലോ ഇങ്ങനെ ആയിരുന്നു എന്ന്. പക്ഷേ പുതിയ എടുത്താകുമ്പോൾ പറഞ്ഞു കൊടുക്കണം, ചെല്ലുമെന്ന് പറഞ്ഞാൽ ഞാൻ കാശിയുടെ റിപ്പോർട്ടും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നുണ്ട്, ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടേ. ചിലർക്ക് 1 hour വരെ എടുക്കാറുണ്ട്, അത് കഴിഞ്ഞിട്ടേ ക്ലാസ്സിൻ്റെ പുറത്ത് വരാറുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടറും സിസ്റ്റേഴ്സും ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ, ക്ലാസ്സിൻ്റെ പുറത്ത് വരുന്ന നോക്കി. കുഞ്ഞ് പുറത്ത് പിന്നെ വേദന, കുഞ്ഞ് വന്നതിന് ശേഷം പിന്നെ വേദനയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുമല്ലോ, കട്ട് ചെയ്തൊക്കെ തന്നെയാണ് കുഞ്ഞ് വന്നത്. എന്നിട്ടും വേദന, ചിലർ പറയാറുണ്ട് കട്ട് ചെയ്യുന്നത് ഭയങ്കര പേടിയാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മൾ അറിയത്തില്ല കേട്ടോ, ആ കട്ട് ചെയ്യുന്ന കാര്യമൊന്നും അറിയത്തില്ല. ഈ പ്രസവവേദനയുടെ കൂട്ടത്തിൽ അതറിയാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അറിഞ്ഞില്ലായിരുന്നു, പക്ഷേ സ്റ്റിച്ച് ചെയ്തപ്പോൾ അറിഞ്ഞു. സ്റ്റിച്ച് ചെയ്യുമ്പോൾ മരവിച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, പക്ഷേ നമ്മുടെ ബോഡിയിൽ സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യും, അറിയാൻ പറ്റും. അങ്ങനെ ക്ലാസ്സിൻ്റെ വരാണ്ടായപ്പോഴത്തേന് പുറത്തുനിന്ന് ആളെ അകത്ത് വിളിപ്പിച്ചിട്ട് പറഞ്ഞു ഇതാണ് അനസ്തേഷ്യ ഡോക്ടറെ വിളിക്കാൻ പോവുകയാണ്, മേ ബി ക്ലാസ്സിൻ്റെ പുറത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ സിസേറിയൻ ചെയ്തിട്ട് അത് പുറത്തെടുക്കേണ്ടി വരുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ ഈ വേദന എല്ലാം തിന്ന് ഞാൻ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തിട്ട് പിന്നെ സിസേറിയൻ ചെയ്ത് ക്ലാസ്സിൻ്റെ പുറത്തെടുക്കുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. അയ്യോ, അത് എനിക്ക് മനസ്സിലായില്ല, അവരതാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു 3/4 മണിക്കൂറോളം ആവാറായപ്പോഴത്തേനും എന്തായാലും ക്ലാസ് എന്താ ദൈവം സഹായിച്ച് പുറത്ത് വന്ന്. പിന്നെയാണ് അമ്മ പറയുന്നത് അമ്മയ്ക്കും ഇത് കണക്കായിരുന്നു. എൻ്റെ ഡെലിവറിയുടെ ടൈമിൽ ഇത്ര 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അമ്മയുടെയും ക്ലാസ്സിൻ്റെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. മേ ബി അതുകൊണ്ടിട്ട് അങ്ങനെ ആ ഒരു രീതി ആയിരിക്കും എനിക്കും ഉണ്ടായിരുന്നത്. ഇതാണ് എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി. ഈ പെയിനായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നില്ല. ചിലർക്ക് ഇന്ന് രാവിലെ തുടങ്ങുന്ന പെയിൻ നാളെ രാവിലെ വരെ നിൽക്കാറുണ്ട്. എനിക്കിതൊന്നും വേണ്ടി വന്നില്ല. എനിക്ക് PV ചെയ്യാനുള്ള ഡേറ്റൊക്കെ തന്ന് എനിക്ക് 15-ാം തീയതി 17-ാം തീയതി PV ചെയ്യാനുള്ള ഡേറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ചെയ്യുമ്പോൾ ഒരു സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്കാനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് 26-ാം തീയതി അഡ്മിറ്റ് ആവേണ്ട ടൈമുള്ളൂ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കണക്ക് നേരത്തെ തന്നെ എല്ലാം നടന്നു. ദൈവം സഹായിച്ച് വലിയ പാടോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. കാശി ബേബിൻ്റെ സമയത്ത് എനിക്ക് സുഖമായിരുന്നു, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. പ്രഗ്നൻസി ടൈമിലായാലും ഡെലിവറി ടൈമിലായാലും. ഇപ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, ആളെന്നെ ഇട്ട് വലച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. സോ എനിക്ക് ഡെലിവറി കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ ഈ ഡെലിവറിയുടെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം, ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരു 2 മാസത്തിന് ശേഷം. അപ്പം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.